ED അന്വേഷണം നേരിട്ട CSI സഭ മുൻ ബിഷപ്പ് ധർമ്മരാജ് റസാലത്തിന്റെ ഭാര്യ ഷേർലി റസാലം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ മത്സര രംഗത്തേക്ക് എത്തുന്നു. ശശി തരൂരിന് ലഭിച്ചേക്കാവുന്ന സഭാ വോട്ടുകൾ ഭിന്നിപ്പിക്കാനുള്ള BJP ശ്രമമാണ് സ്ഥാനാർത്ഥിത്വമെന്ന വിലയിരുത്തൽ ഇതോടെ ശക്തമായി. എന്നാൽ അവരുടെ നോമിനേഷൻ തള്ളി. ഇനി തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ 1 ലക്ഷത്തോളം വോട്ടർമാരുള്ള CSI സഭ എന്ത് നിലപാടെടുക്കും? ഇപ്രാവശ്യം നമ്മുടെ സഭയുടെ നിലപാട് സമദൂര നിലപാടാണ്. ആരോടും അമിത സ്നേഹവും അമിത വെറുപ്പും വേണ്ട എന്നുള്ള ഒരു നിലപാടാണ് സഭ സ്വീകരിച്ചിരിക്കുന്നത്. സമദൂരത്തിലെ ശരിയെന്തെന്ന് വിശ്വാസികളായ വോട്ടർമാർക്ക് എടുക്കാമെന്നാണ് പ്രഖ്യാപനം. അതിൽ ഇത്രയും കാലം അകറ്റി നിർത്തിയ BJPയോട് ഇപ്പോൾ വിമുഖതയുണ്ടോ? മണിപ്പൂർ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. അതല്ലേ ഞാൻ പറഞ്ഞത്, CSI സഭയുടെ ജനങ്ങൾ പ്രബുദ്ധരാണ്, സാക്ഷരതയുള്ളവരാണ്, അവർ എല്ലാം മനസ്സിലാക്കുന്നവരാണ്. അതെല്ലാം മനസ്സിലാക്കി അവരവരുടെ സമ്മതിദാനാവകാശം, അത് അവരവരുടെ അവകാശമാണല്ലോ, ആ അവകാശം അവരിലേക്ക് വിട്ടുകൊടുക്കുന്നതാണ് സഭാ നേതൃത്വത്തിന്റെ നിലപാട്. അതായത് പ്രത്യക്ഷത്തിൽ BJP വിമർശനമില്ല, സഭയിലെ വോട്ടർമാർക്ക് എല്ലാം അറിയാമെന്ന വിശ്വാസം മാത്രം. അതിന് പിന്നിലും ED ഭയമാണോ? ദക്ഷിണ കേരള മായടയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു ED കേസ് നിലവിലില്ല. ഉണ്ടായിരുന്ന കേസ് തന്നെ ED ഓഫീസർമാർ അന്വേഷിച്ച് തീർപ്പാക്കിയിട്ടുള്ളതുമാകുന്നു. അതുകൊണ്ട് അത് പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമല്ല.